ഹായ് ഫ്രണ്ട്സ്, ഹരിയാനയിലെ ഗുരുഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിൻടെക് കമ്പനിയാണ് വൺ മൊബിക്വിക്ക് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനി. ഇത് നാം പല പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിലും മൊബിക്വിക്ക് എന്ന ചുരുക്കപ്പേരിൽ കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ IPO ഈ വരുന്ന ഡിസംബർ 11 മുതൽ ഡിസംബർ 13 വരെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും അതിൻ്റെ ഒരു ഫ്യൂച്ചർ സാധ്യതയും ഈ IPOയിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമോ, കൂടാതെ ഇതൊരു ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി തങ്ങളുടെ IPO മാർക്കറ്റിൽ ഇറക്കാൻ 2021 മുതൽ ശ്രമം നടത്തിയിരുന്നു. ഇത് ഇവരുടെ തേർഡ് അറ്റംപ്റ്റ് ആണ്. നമുക്കറിയാം IPO എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്താണോ ഏത് മാർക്കറ്റ് കണ്ടീഷനിലാണോ നിങ്ങൾ IPO ഇറക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ലാഭവും നഷ്ടവും കമ്പനിക്കുണ്ടാവും. ഇപ്പോൾ 2021 നവംബറിൽ ഇവരുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ ആയിട്ടുള്ള Paytm അവരുടെ IPOയുമായി വന്നിരുന്നു. ആ IPO സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു പരാജയമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊബിക്വിക്ക് അവരുടെ IPO ഒന്നുകൂടി റിവ്യൂ ചെയ്യുകയും അതിനെ കട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് 700 കോടിയുടെ ഒരു IPO ആയിട്ട് രണ്ടാമത് ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീണ്ടും അത് കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 572 കോടിയുടെ ഒരു ഇഷ്യൂ സൈസുള്ള ചെറിയൊരു IPOയുമായിട്ട് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് Paytm നേരിട്ടുള്ള ആ ഒരു ലോസ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൊബിക്വിക്ക് അവരുടെ IPO നീട്ടിവെച്ചത്. ഇപ്പോൾ നമുക്കറിയാം Paytm അത്യാവശ്യം റിക്കവർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ മൊത്തം മാർക്കറ്റിൻ്റെ ആ ഒരു ബിയറിഷ് മൂഡ് താൽക്കാലികമായെങ്കിലും മാറിയിട്ട് ഇപ്പോൾ IPOക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് ഇത് നല്ലൊരു സമയമാണെന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെയാണ് മൊബിക്വിക്ക് ഇപ്പോൾ അവരുടെ IPOയുമായിട്ട് വന്നിട്ടുള്ളത്. IPOയുടെ ആ ഒരു പ്രൈസ് ഇവരിട്ടിട്ടുള്ളത് 265 279 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് IPO വരുന്നത്. അപ്പം മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി 2009 രൂപം കൊള്ളുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് രണ്ട് സൈഡായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് കൺസ്യൂമേഴ്സും മറുഭാഗത്ത് മർച്ചൻസും. അപ്പോൾ ഇവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൊബിക്വിക്ക്. അപ്പോൾ ഇവരുടെ സർവീസിൽ നമുക്ക് ഇവരുടെ ആപ്പ് വഴി നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് നടത്താം. ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള പർച്ചേസുകൾക്ക് സൗകര്യങ്ങളുണ്ട്. അതുപോലെ മണി ട്രാൻസ്ഫർ സൗകര്യങ്ങളുണ്ട്, UPI പേയ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള സാധാരണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുന്ന പല പേയ്മെൻറ്റ് ആപ്പുകളിലും കാണുന്ന അതേ സർവീസുകൾ ഇവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവർ ബിസിനസ് ടു ബിസിനസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ തുടങ്ങാനുള്ള ഒരു പദ്ധതിയും ഇട്ടിരിക്കുകയാണ്. സാക്ക് പേ എന്ന് പറയുന്ന ഇവരുടെ പേയ്മെൻറ്റ് അഗ്രഗേറ്റർ സർവീസസ് ബിസിനസ്സിന് RBI അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കീ കോമ്പറ്റേറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്ന് ഫോൺ പേ ആണ്, മറ്റൊന്ന് Paytm തന്നെയാണ്. മറ്റൊന്ന് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, അതുപോലെ ഫ്രീ ചാർജ്, ആമസോൺ പേ, അതുപോലെ GPay, അതുപോലെ HDFCയുടെ പേയ്സ് ആപ്പ് തുടങ്ങിയിട്ടുള്ള ധാരാളം പേയ്മെൻറ്റ് ആപ്പുകൾ നമ്മൾ മാർക്കറ്റിൽ കാണാം. ഇതൊക്കെ ഇവരുടെ കോമ്പറ്റേറ്റേഴ്സാണ്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇവരുടെ പ്രധാന കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത് Paytm ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഫിൻടെക് സെക്ടറിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം $110 ബില്യൺ അതിൻ്റെ ആ ഒരു വാല്യൂ. അപ്പോൾ ഈ ഒരു വാല്യൂ 2029 ആകുമ്പോഴത്തേക്ക് 420 ബില്യണായി വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. അതായത് അതിൻ്റെ ഒരു CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് ഓരോ വർഷവും 31% വെച്ച് വർദ്ധിക്കുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഡിജിറ്റൽ എക്കണോമിയിലേക്ക് ഇന്ത്യൻ പോപ്പുലേഷൻ മൊത്തം ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പ്രോത്സാഹനമാണ് നൽകുന്നത്. വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം $30 ബില്യൺ ഗവൺമെൻറ് ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സെഗ്മെൻറ്റിലുള്ള കമ്പനികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബിക്വിക്കിന് ഇപ്പോൾ 146 മില്യൺ കസ്റ്റമർ ബേസ് ആണുള്ളത്. അപ്പോൾ പ്രധാന കോമ്പറ്റീറ്ററായിട്ടുള്ള Paytmന് 300 മില്യൺ കസ്റ്റമർ ബേസ് ഉണ്ട്. അതുപോലെ ഫോൺ പേക്ക് 500 മില്യൺ കസ്റ്റമർ ബേസ് ഉണ്ട്. അതുപോലെ ഫ്രീ ചാർജിന് 150 മില്യൺ കസ്റ്റമർ ബേസും ഉണ്ട്. ഇനി ഇവരുടെ വാലെ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ Paytmന് 5.98 crore വാലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഫോൺ പേക്ക് 1.94 crore സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. മൊബിക്വിക്കിന് 1.35 crore ഉണ്ട്. ഓല മണിക്ക് 79.6 lakhs ഒരു വാലെ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ആമസോൺ പേക്ക് 66.8 lakh ഒരു വാലെ കസ്റ്റമേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു വാലെ സർവീസും അതുപോലെ പേയ്മെൻറ്റ് അഗ്രഗേറ്റർ സർവീസും കൂടാതെ മൊബിക്വിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സർവീസ് നൽകുന്നത് അവരുടെ ക്രെഡിറ്റ് ബിസിനസ്സിലൂടെ
ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ഒരു സർവീസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 5000 രൂപയ്ക്ക് താഴെയുള്ള ചെറിയ തുകകൾക്ക് നമുക്ക് ലോൺ അനുവദിക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ ഈ ഒരു സ്മോൾ ടിക്കറ്റ് സൈസിലുള്ള ഈ ഒരു ലോണ് ഇവർ കൊടുക്കുന്നത് നേരിട്ടല്ല, കാരണം ഇവരൊരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മറ്റ് കമ്പനികളുമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഹീറോ ഫിൻകോർപ്പ്, നോർത്തേൺ ആർ ക്യാപിറ്റൽ, SMFG ഇന്ത്യ ക്രെഡിറ്റ്, അതുപോലെ മൈ ശുഭ് ലൈഫ്, അതുപോലെ ട്രാൻസാക്ടറി ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളിലൂടെയാണ് ഈ ബൈ നൗ പേ ലേറ്റർ എന്നുള്ള ഈ ഒരു സർവീസ് ഇവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ മൊബിക്വിക്കിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ അസറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2022 836 കോടിയിൽ നിന്ന് അത് വളർന്നിട്ട് 854 കോടിയായിട്ട് ഈ 2024 31 മാർച്ച് വരെയുള്ള ഡാറ്റകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും ഒടുവിൽ 30th ജൂണിൽ അത് 900 എന്നുള്ള ഫിഗർ കടന്നതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ അസറ്റിൽ വർധനവ് ഈ കമ്പനിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ റവന്യൂ നോക്കുകയാണെങ്കിലും റവന്യൂവിലും വർധനവുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 543 കോടിയിൽ നിന്ന് അത് 561 2023 കാണാം. അതുപോലെ 2024 890 വളർന്നതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ 3 മാസത്തെ ഒരു ഗ്രോത്ത് 345 കോടിയായിട്ടും കാണാം. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ചിലപ്പോൾ 900 crore ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ റവന്യൂവിലും അസറ്റിലും ഗ്രോത്ത് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര സുഖകരമല്ല എന്ന് കാണാൻ കഴിയും. കാരണം 2022 128 കോടിയുടെ നഷ്ടം, 2023 83 കോടിയുടെ നഷ്ടം. പക്ഷേ 2024 അവർ പ്രോഫിറ്റിലേക്ക് വന്നതായി കാണാം. 14 കോടിയുടെ പ്രോഫിറ്റ് ആദ്യമായിട്ട് അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു 3 മാസത്തെ ഡാറ്റ നോക്കുമ്പോൾ അത് -6.62% ആയിട്ട് ലോസിൽ വന്നതായിട്ടും കാണുന്നുണ്ട്. എങ്കിലും ഇവരുടെ ആ ഒരു ഹെവി ലോസ് ഇവർ കുറച്ചു കൊണ്ടുവരുന്നതായിട്ടും അത് പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നെറ്റ് വർത്തിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബോറോയിങ്സ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. 192 നിന്ന് അത് 206 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സർപ്ലസും ആനുപാതികമായിട്ട് വർദ്ധിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ മൊബിക്വിക്കിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ബിസിനസ്സുകളിലെല്ലാം ഏത് കമ്പനി എടുത്താലും അവരൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ലോസിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള കാരണം കസ്റ്റമർ ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഇവർ വലിയ തോതിലുള്ള ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഡിസ്കൗണ്ട് ഓഫറുകൾ, അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചിലവാക്കുന്ന വലിയ എക്സ്പെൻസുകൾ, അഡ്വർടൈസ്മെൻറ്റുകൾ, ഇതൊക്കെ ഇവരുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാറുണ്ട്. എന്നാൽ അവരൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്യും. കാരണം പിന്നീട് കൂടുതലായിട്ടുള്ള എക്സ്പെൻസസ് വരുന്നില്ല എന്നതാണ് അതിന് കാരണം. അപ്പോൾ റവന്യൂ ക്രമാനുഗതമായിട്ട് ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് പ്രോഫിറ്റിൽ വരാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള കമ്പനികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ മൊബിക്വിക്കിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ 9.81 എന്നുള്ള ഓവർ വാല്യൂഡ് പൊസിഷനിലാണ് നമുക്ക് ഇത് കാണാൻ കഴിയുക. അപ്പോൾ പ്രീ IPO നോക്കുകയാണെങ്കിൽ 113 എന്നുള്ള ഒരു PE റേഷ്യോ ആണ് കാണുന്നത്. ഇപ്പോൾ 113 എന്നുള്ള PE റേഷ്യോ തീർച്ചയായിട്ടും അത് ഹയർ വാല്യുവേഷൻ ആണ്. പക്ഷേ IPOക്ക് ശേഷം അത് തീർച്ചയായിട്ടും -86 ആയിട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം കമ്പനി ലോസിലായതുകൊണ്ട്, കൂടാതെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നതുകൊണ്ട് EPS സ്വാഭാവികമായിട്ടും കുറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ PE കുറയുകയും ചെയ്യും. 113 എന്നുള്ള പ്രസൻറ്റ് PE വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു IPOയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള യൂസർ ബേസ് ഉണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം കസ്റ്റമർ ബേസ് ഇവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ബേസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇവർക്ക് ഭാവിയിൽ സാധിച്ചേക്കാം. കൂടാതെ ഇവരുടെ ഒരു പേയ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. മറ്റൊന്ന് ഇവർ പല കമ്പനികളുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൈ നൗ പേ ലേറ്റർ പോലെയുള്ള സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. എന്നാൽ ചില നെഗറ്റീവ് പോയിന്റുകൾ പറയുകയാണെങ്കിൽ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. കാരണം ഇപ്പോഴും കമ്പനി ഒരു പ്രോഫിറ്റിലേക്ക് വരുന്ന രീതിയിലുള്ള ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കൂടാതെ ഇവർ വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് നേരിടേണ്ടി വരും. നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്കൊരു അത്രമാത്രം പേയ്മെൻറ്റ് ആപ്പുകളുണ്ട്. അതുപോലെ വലിയ വലിയ പ്ലെയേഴ്സ് ഈ മേഖലയിലുണ്ട്. അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിക്ക് എത്രമാത്രം കഴിയും എന്നത് ഒരു കൺസേൺ ആണ്. കൂടാതെ ഇപ്പോഴത്തെ ഈ
വാല്യുവേഷൻ കുറച്ച് ഹൈ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ ഇറക്കിയിട്ടുള്ള ഒരു പ്രൈസ് ബാൻഡ് കുറച്ച് ഹയർ വാല്യുവേഷൻ സൈഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള പല വീക്കായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ IPO ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നത്. അതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 43% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകും ഇപ്പോഴത്തെ GMP വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്കറിയാം ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ അത്ര കൃത്യമാകണമെന്നില്ല. രണ്ടാമത് അതേപോലെയുള്ള ലിസ്റ്റിംഗ് നടക്കണമെന്നില്ല. കാരണം മാർക്കറ്റ് കണ്ടീഷൻ വലിയ തോതിൽ അതിനെ സ്വാധീനിച്ചേക്കാം. നമുക്കറിയാം മാർക്കറ്റ് പെട്ടെന്ന് വലിയ ക്രാഷിലേക്കൊക്കെ പോകുമ്പോൾ IPOയും വലിയ പെർഫോമൻസ് നടത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല. പക്ഷേ ലിസ്റ്റിംഗ് ഗെയിനുള്ള സാധ്യത ഒരു 70-80% സാധ്യത ഉണ്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്നത് എത്രമാത്രം ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ടുകൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ക്വാർട്ടർലി റിസൾട്ടുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൽ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത് അത്ര അഭികാമ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നിങ്ങളുടെ റിസ്ക് അപ്പിറ്റൈറ്റ് അനുസരിച്ചിട്ട് എൻ്റർ ചെയ്യാം. പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാനോ ഉള്ള ഒരു നിർദ്ദേശമല്ല. പക്ഷേ നിങ്ങളുടേതായ പഠനങ്ങൾ നടത്തണം. കൂടാതെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് മാത്രം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.